ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തമുഖത്ത് നിന്നു ഹരേ കൃഷ്ണ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഒരു സഹോദരി അയച്ചു തന്നു. എൻ്റെ അനുഭവം ഞാനിവിടെ പറയുകയാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ എന്താ ഇത് പറയാത്തത്, എല്ലാവരും അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ എൻ്റെ അനുഭവം ഇവിടെ കുറിക്കണ്ടേ എന്ന് തോന്നി. ഒരു ദിവസം വൈകുന്നേരം 5 മണിയായി കാണും. ഞങ്ങൾ ഓട്ടോയിൽ കുടുംബസമേതം യാത്ര ചെയ്യുകയായിരുന്നു. ഒരു കാറ് പെട്ടെന്ന് ഞങ്ങളെ വന്നിടിച്ചു. ആദ്യത്തെ ഇടിയിൽ ഞാൻ തെറിച്ചു വീണു. എൻ്റെ മുകളിലായിട്ട് ഓട്ടോ മറിയുന്നു. എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഭഗവാനെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണ്, വിളിക്കുകയാണ്. ആളുകൾ ഓടിക്കൂടി. എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും എന്ത് പറ്റി എന്നുള്ളതായിരുന്നു. പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മകളെ ഒരു ഡിക്കിയിൽ ആരോ എടുത്ത് കിടത്തിയത് മാതിരി മകൾ അവിടെ കിടക്കുന്നു. മറ്റേ മകള്, മൂത്ത കുട്ടി, അവള് കമ്പിയിൽ തൂങ്ങി ഇരിക്കുകയാണ്. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഹസ്ബൻഡിനെ നോക്കുമ്പോൾ ഹസ്ബൻഡ് മുന്നിലെ സീറ്റിലേക്ക് മാറിപ്പോയിരുന്നു. അവർക്കും ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല. അത്രയും ഭീകരമായിട്ടുള്ള ഒരു ഇടിയായിരുന്നു നടന്നത്. പക്ഷേ ഭഗവാന്റെ ആ ഒരു കാരുണ്യം, ആ ഒരു നിമിഷം, ഞാനൊരു ഗുരുവായൂരപ്പ ഭക്തയാണ്. എനിക്ക് ഭഗവാനെയാണ് വിളിക്കാൻ തോന്നിയത്. ഞങ്ങളെ താങ്ങി നിർത്തിയ ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ കേൾക്കുമ്പം എല്ലാവർക്കും എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഭഗവാനെ വിളിക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ അകമഴിഞ്ഞ് ഭഗവാനുമായിട്ട് അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഏത് ആപത്ഘട്ടങ്ങളിലും നമുക്ക് മറ്റാരെ വിളിക്കുന്നതിലുപരി നമുക്ക് വിളിക്കാനുള്ള ഒരേ ഒരു നാമം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് തന്നെയല്ലേ. ഈ അനുഭവം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കട്ടോ. ഹരേ കൃഷ്ണ.